എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ എൻ്റെ കുഞ്ഞു മകളുടെ 8 മാസം പ്രായമുള്ള മകളുടെ ഡേ കെയർ സെൻറ്ററും അതിൻ്റെ പരിസരവും ചുറ്റുപാടുകളും അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ കുഞ്ഞിനെയുമായി ഡേ കെയർ സെൻറ്ററിലേക്ക് പോവുകയാണ്. ഇന്ന് അവിടേക്ക് വിടുന്നില്ല. ഞങ്ങൾ പരിസരമെല്ലാം കാണുന്നതിന് വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. കുഞ്ഞ് വളരെ സന്തോഷത്തിലാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെതർലാൻഡിലെ ടിൽബർഗിലുള്ള മോൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഡേ കെയർ സെൻറ്റർ ഉള്ളത്. നടന്നു പോകുവാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കുഞ്ഞിനെയുമായി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആണ് പോകുന്നത്. അങ്ങനെ ആ പരിസരവും ചുറ്റുപാടുകളുമെല്ലാം ഞങ്ങളെ കാണിക്കാം. ഡേ കെയർ സെൻറ്ററിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡേ കെയർ സെൻറ്ററും അതിൻ്റെ പരിസരവും എല്ലാം. വലിയൊരു ബിൽഡിംഗ് തന്നെയാണ് ഉള്ളത്. കുറേ വർഷങ്ങളുടെ മുമ്പേ തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടെ വളരെ നല്ല രീതിയിലാണ് കുഞ്ഞുങ്ങളെ നോക്കുകയും അവരെ പഠിപ്പിക്കുകയും കളിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ സ്ഥാപനമാണ്. ഇപ്പോൾ ഞങ്ങൾ പുറമേ നിന്നാണ് ഇത് കാണുന്നുള്ളൂ. കാരണം രാത്രിയാണ്. ഇപ്പോൾ അവർ അകത്ത് കടക്കുവാനായിട്ട് സാധ്യതകളൊന്നുമില്ല. പരിസരമെല്ലാം കണ്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ രാത്രിയിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ഈ ഡേ കെയർ സെൻറ്ററിനടുത്ത് തന്നെ ചെറിയൊരു പാർക്ക് ഉണ്ട്. ആ പാർക്ക് കൂടി ഒന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ പാർക്കിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാർക്കിൻ്റെ പേര് വിൽഹെൽമീന പാർക്ക് എന്നാണ്. ബൈബിളിൽ എവിടെയോ ഈ പേര് കേട്ടിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർക്ക് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതും കൂടി ഈ വീഡിയോയിലൂടെ ചേർക്കുന്നത്. ചെറിയ പാർക്കാണ് എങ്കിലും വളരെ മനോഹരമായിരിക്കുന്നു. നല്ല പച്ചപ്പാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മരങ്ങളും നല്ല പച്ചപ്പും മാത്രമാണ് ഇവിടെ ഉള്ളത്. പാർക്കിലൂടെ ഇപ്പം അധികം ആരും സഞ്ചരിക്കുന്നില്ല. കാരണം രാത്രി ഒരു 8-8:30 മണി സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അധികം ആരെയും കാണാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ അതിലൂടെയെല്ലാം നടന്ന് ഇരിക്കാനായിട്ട് ബെഞ്ചുകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് കുഞ്ഞിനെയും കൂട്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇരുന്നൊന്നും സമയം കളയുവാൻ ഉദ്ദേശിക്കുന്നില്ല. നടന്ന് എല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു പോകുവാനാണ് ഉദ്ദേശം. ഇവിടുത്തെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നെതർലാൻഡിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ പല വീഡിയോകളിലൂടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ചെറിയ കനാലുകളാണ് കാണുവാൻ സാധിക്കുന്നത്. രാത്രിയുടെ ലൈറ്റിങ്സോട് കൂടി ആ കനാലുകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് കാണുന്നത്. നമുക്ക് ദൂരെ നിന്നും നോക്കുമ്പോൾ ചെറിയൊരു ദ്വീപ് പോലെയാണ് കാണുന്നത്. ഇവിടെ രാത്രിയിൽ മനുഷ്യർ മാത്രമല്ല, നായ്ക്കളും പൂച്ചയും എല്ലാം ഇവിടെ നടന്ന് ഈ സൗന്ദര്യം ആസ്വദിക്കുകയും അവ ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഈ പാർക്കിലൂടെ തന്നെ നടന്നു നീങ്ങുകയാണ്. എനിക്കെന്തോ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ കാഴ്ചകൾ കാണുന്നത്. പൂക്കളും ചെടികളും ഒന്നുമില്ല എങ്കിലും എന്താ പറയുക, വളരെ സൗന്ദര്യമുള്ള ഒരു ചെറിയൊരു പാർക്കാണ് ഇത്. ഈ ഡേ കെയർ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ
ഞങ്ങൾ ഇതിലൂടെയെല്ലാം നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ പാർക്കും അതിൻ്റെ വിശേഷങ്ങളും ഓടൊപ്പം മുന്നോട്ട് ഞങ്ങൾ കുട്ടിയെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ വിട്ടതും ഈ ഡേ കെയർ സെൻ്ററിൽ വിട്ടതും അപ്പോൾ സ്കൂളും അതിൻ്റെ പരിസരവും അതിൻ്റെ അകത്തെ കാഴ്ചകളും എങ്ങനെയാണ് അവർ കുട്ടിയെ സ്വീകരിച്ചത് എന്നുള്ള എല്ലാ കാഴ്ചകളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആരും കാണാതെ പോകരുത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇതിലുള്ളത്. കുട്ടിയും വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഈ ഡേ കെയറിലേക്ക് പോകുന്നതും അവിടെ സമയം ചെലവഴിക്കുന്നതും. ആദ്യത്തെ ദിവസം തന്നെ ഒരു 4 മണിക്കൂറാണ് അവിടെ ഇരിക്കുവാനായിട്ട് അവർ ടൈം തന്നത്. പാരൻസ് അവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. കുട്ടിയെ വിട്ടിട്ട് തിരിച്ചു പോകുവാനാണ് അവർ പറഞ്ഞത്. 4 മണിക്കൂർ നേരം കുട്ടി അവരോടൊപ്പം സന്തോഷമായിരിക്കുകയും കളിക്കുകയും ഫുഡ് കഴിക്കുകയും എല്ലാം ചെയ്ത ദൃശ്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്, പകർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ അവർ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നീങ്ങുകയാണ്. രാത്രി 9 മണിയോടടുത്ത സമയമായിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ ഇനി നടന്നു തന്നെയാണ് വീട്ടിലോട്ട് പോകുന്നത്. അവിടെയും ഇവിടെയും ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയും അങ്ങനെ ഈ കിട്ടിയ ഈ കുറച്ച് സമയം ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ആയിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നത്. തണുപ്പുണ്ട് എങ്കിലും വലിയ തണുപ്പൊന്നുമില്ല. കാലാവസ്ഥ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ആദ്യ ദിവസം കുട്ടി സ്കൂളിൽ പോകുവാൻ ഇറങ്ങിയ ദൃശ്യമാണിത്. അവൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. സ്കൂളിൽ വെൽക്കം എല്ലാം ചെയ്യുന്നു. ടീച്ചർ കുഞ്ഞിനെ എടുത്തു പിടിച്ച് താലോലിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുന്നു. അവളുടെ റൂമും കളിപ്പാട്ടങ്ങളും എല്ലാമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അകത്ത് കയറി പാരൻസ് അതെല്ലാം കാണുകയും അവിടുത്തെ എല്ലാ സൗകര്യങ്ങളെക്കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യുന്നു. കുട്ടിക്ക് ഉറങ്ങുവാനും ഭക്ഷണം കഴിക്കുവാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സമയാസമയങ്ങളിൽ കുട്ടിയുടെ വിവരങ്ങൾ അവർ മെസ്സേജ് മുഖാന്തരം പാരൻസിനെ അറിയിക്കുകയും ചെയ്യും. എപ്പോഴാണ് ഉറങ്ങിയത്, എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്, കുട്ടി എന്തെടുക്കുന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങളെല്ലാം അവർ ദിവസത്തിൻ്റെ പല സമയങ്ങളിലും പാരൻസിനെ അറിയിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ കുട്ടികളും വളരെ സന്തോഷത്തോടെ ആദ്യ ദിവസം തന്നെ കൂട്ടുകാരോടൊപ്പമൊക്കെ കളിച്ചും ചിരിച്ചും എല്ലാം വളരെ സന്തോഷത്തോടെ ദിവസം തീർന്ന് അവൾ അങ്ങനെ പാരൻസിൻ്റെ കൂടെ വീട്ടിൽ വന്ന് അവൾ ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടിയെല്ലാം റെഡിയായി ലഞ്ചൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ട് ആ ദിവസം അവൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സന്തോഷത്തിലാണ് ഇപ്പോൾ. വളരെ ആക്റ്റീവായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നമസ്കാരം.